ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ല, ഇന്നത്തെ വീഡിയോ എന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കണ്ണിൽ ചെറിയൊരു തടുപ്പ് പോലെ വന്നിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറെ കണ്ടിരുന്നു എന്നുള്ള മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പോയി കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഈ കൺപോളയല്ലേ അത് മരവിപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തി ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനതേ പേടിച്ച്, കാരണം എനിക്ക് ഒന്നാമത് ഈ സംഭവം കണ്ണിന് കുറച്ച് പേടിയുള്ള സാധനമാണ്. അപ്പോ എന്തെങ്കിലും ആയിപ്പോകും എന്നുള്ളൊക്കെ ഒരു പേടിയായിരുന്നു. ഒരാഴ്ച കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു അത് സംഭവം. അങ്ങനെ കഴിഞ്ഞിട്ടായിരുന്നു ഞാനൊരു പോകുന്നതിന്റെ തലേദിവസമായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തു, ഷോർട്ട് വീഡിയോ. ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് അത് മാറിയിട്ടില്ല എന്നുള്ളത്. കാരണം ഞാൻ ഒരു മാസം കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു, കാരണം മരുന്നിട്ടൊന്നും പോകുന്നില്ല. എനിക്ക് നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ പിടിപെട്ടതാണ് കേട്ടോ. അപ്പോ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ കൊളസ്ട്രോള് ഉണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, ഡസ്റ്റ് കണ്ണിനെ പറ്റിയിട്ടായാലും വരാം, പൊടി കയറിയിട്ടും പിന്നെ ഇതുപോലെ ഉണ്ടാവാന്ന് പറഞ്ഞു. അപ്പൊ കൊളസ്ട്രോളിന്റെ കാര്യം എനിക്ക് വരാൻ ചാൻസ് കുറവാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തായാലും ടെസ്റ്റ് ചെയ്തു, കൊളസ്ട്രോള് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോ ഇതുപോലെ ഡോക്ടറെ കാണിച്ചിട്ട് ഐ ഡ്രോപ്സ് ഒന്ന് ഒഴിക്കാനായിട്ട്, ഐ ഡ്രോപ്സ് ഒഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാനത് സ്റ്റിൽ അവിടെ നിന്നിട്ട് ഇവിടെ എറണാകുളത്ത് ജോലിക്ക് വന്നപ്പോഴും ഞാൻ ഐ ഡ്രോപ്സ് യൂസ് ചെയ്തോണ്ടിരുന്നു, കുറവില്ലായിരുന്നു. അവസാനം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്താണ് എന്റെ ഡോക്ടർ പറഞ്ഞത് വീണ്ടും ഐ ഡ്രോപ്സ് എഴുതി തന്നു. ഐ ഡ്രോപ്സ് 2 തവണ കാണിച്ചു. ആദ്യം കണ്ണിന്റെ കാണിക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഡോക്ടർ ടൈം കഴിഞ്ഞു. അപ്പോ ഞാൻ നോർമലായിട്ട് ജനറൽ ഒ പി എടുത്തിട്ടാണ് കാണിച്ചത്. ഇപ്പൊ ജനറൽ ഒ പി കാണിച്ചപ്പോഴത്തേക്ക് ചൂടുവെള്ളം പറ്റാൻ പറയും. ചൂടുവെള്ളം ഞാൻ ആദ്യമായിട്ടൊന്നും പറ്റില്ല കേട്ടോ. പിന്നീടാണ് ഞാൻ ചൂടുവെള്ളം വെച്ച് പിടിക്കാൻ തുടങ്ങിയത്. കാരണം എന്റെ ഒരു ഫ്രണ്ടും കൂടെ പറഞ്ഞായിരുന്നു ഇതുപോലെ ചൂടുവെള്ളം പറ്റാനായിട്ട്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ചൂടുവെള്ളം പിടിച്ചു തുടങ്ങിയത്. പിന്നീട് പിന്നെ എനിക്ക് തൊട്ടും കുറവില്ല. എനിക്ക് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ ഒരാഴ്ച ചെല്ലാനായിട്ട്. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യാനെടുത്ത് സാറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, അയ്യോ സാറ് ഞാൻ നാളെ ലീവാണ്, നിനക്ക് അതിന്റെ അടുത്ത ദിവസം ലീവ് എടുത്ത പോയാൽ പോലെ. അപ്പൊ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ഒട്ടും പറ്റില്ല. ഞാൻ ഇരുന്നേനെ, കാരണം ഞാൻ 2 ദിവസം പോയായിരുന്നത് വേറൊന്നുമല്ല. പിന്നെ ജോലി സ്ഥലത്ത് തന്നെ ഒരു വർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം തീർത്തിട്ട് ഞാൻ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഏകദേശം ഇതായപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതിനെ കൊണ്ട് പറ്റില്ല, കാരണം ഈ ഒരു കണ്ണ് നല്ല പെയിൻ ഉണ്ട്, തലവേദന എടുക്കണം അതുപോലെ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോകണം സാർ, ഞാൻ നേരത്തെ പോകണം. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് ഇന്ന് പോയി കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ സാർ പറയാൻ ആലോചിച്ചിട്ട് കുഴപ്പമില്ല പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുത്ത് ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്നറിയാമോ? ഞാൻ വിചാരിച്ച ഡോക്ടർ പറഞ്ഞില്ലേ കണ്ണുമാരെ വെച്ചിട്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ദൈവമേ എങ്ങനെ ഏത് കോലത്തിലാക്കി തരുമെന്ന് വേണ്ടി എനിക്ക് പിടിയില്ലേ. സൂചി എടുത്ത് ഈ കൺപോളയ്ക്കകത്ത് കുത്താന്ന് വെച്ചാൽ കണ്ണോട്ട് എടുക്കുമ്പോഴേ ഒരു ഇതാണ്. അത് കൺപോളയിൽ എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആകെ എന്തോ ഇതായി പോയാട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ചെയ്യണോ, അങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെ ഭയങ്കര വേർപ്പെടുത്തി. അപ്പൊ ഞാൻ ഇന്ന് ചെന്നിട്ട് ഡോക്ടറെ കാണിച്ചു ഡയറക്റ്റായിട്ട്. പക്ഷെ ആ ഡോക്ടർ നല്ല കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ. എന്ന് പറഞ്ഞാല് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് ഭയങ്കര കൂളായിട്ട് എന്താണ് കാര്യം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഡോക്ടർ പറയുന്നത്. കാരണം ഡോക്ടർ അത്ര സംസാരിച്ച് വരുന്നല്ല, അധികം ആൾക്കാർ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ അത്രയും സ്ലോലി ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞാല് അടുത്തൊരു സ്റ്റുഡന്റും കൂടെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് കാര്യം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് കണ്ണിലെ പൊടി വീഴുന്നത് എങ്ങനെയാ, നമ്മൾ കണ്ണിലല്ലേ വീഴുന്നത്, ഇതിലെങ്ങനെ എത്തിപ്പെടുമെന്ന് ചോദിച്ചു. ഗ്ലാൻസ് ഈ കൺപോളയ്ക്കകത്ത്. അപ്പോ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഗ്ലാൻഡ് ടിഷ്യൂസ് ഉണ്ട്, ഗ്ലാൻഡ്. അപ്പോ അതിൽ നിന്നുള്ള ഓപ്പണിങ്സ് ആണ് ഗ്ലാൻഡ്സ് ഉണ്ടല്ലോ, അതിന് കുറെ ഓപ്പണിങ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ ആയാലും മേളിലായാലും ഉണ്ട്. അപ്പോ അതുവഴി ഈ പൊടി അടിച്ചിട്ട് ഇങ്ങനെ വരാം. പിന്നെ താരനുണ്ട് വെച്ചെങ്കിൽ താരണം ഉണ്ടായിരുന്നു. അപ്പോ അത് വീണിട്ടും വരാമെന്ന് പറഞ്ഞു, 2-ലേതെങ്കിലും. പിന്നെ എന്റെ അടുത്ത് കണ്ണിന് കാണിച്ചതിന് ശേഷം താരനും കൂടെ സ്കിന്നിനും കൂടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാണിച്ചു. എനിക്ക് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഇതിന് മുന്നേ എന്നുവെച്ചാൽ ഇപ്പൊ കാണിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഡോക്ടറെ കാണാൻ പോയപ്പോഴത്തേക്ക് ഡോക്ടർ ഒരു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഫാർമസിയിൽ നിന്ന് ഓയിന്റ്മെന്റ് മേടിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടറെ അടുത്ത് ചോദിച്ചു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്തിട്ട് കുറവില്ലെന്ന് ചോദിച്ചു. അത് വേറെ ഡോക്ടറാണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്തിട്ട് കുറവ്. ഞാൻ പറഞ്ഞില്ല, ഓയിന്റ്മെന്റ് എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറയും കണ്ണിന് മേളില്. അവരങ്ങനെയാണ് പറയുകയെന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പൊ ഡോക്ടർ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും പറഞ്ഞതില്ല, ഫാർമസിയിലെ ആളും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ആവശ്യം മേളിലായിരിക്കും. അപ്പോഴാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ല, കൺപോളയില്ല ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ അകത്ത് ഇതിനെ ഇങ്ങനെ ബാക്കിലോട്ട് ആക്കിയിട്ട് അകത്ത് ഇത് കാണുമല്ലോ,
അതിലോട്ടും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നൈറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു മങ്ങല പോലെയൊക്കെ അനുപ്പെടാം. പിന്നെ ഈ ചൂടാണ് മെയിൻ, ഈ വെള്ളം പറ്റാൻ നന്നായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരബദ്ധം അങ്ങനെ പോയി ഗൈസ്. ഞാൻ വിചാരിച്ചു ദൈവം ഞാൻ ഇവിടെ ഇങ്ങനെ മറ്റേ ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പഞ്ഞിയൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുകയും ചെയ്തു ഫ്രണ്ട്സിന്റെ കൂടെ. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചത് സംഭവം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ദൈവാനുഗ്രഹം ഇതിപ്പോ എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കാൻ നോക്കണം. എന്തായാലും കൂടുതലൊന്നും പറ്റിയിട്ടില്ല, കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ഇതുപോലെ നോക്കാം. പിന്നെ ഐ ഡ്രോപ്സ് തന്നായിരുന്നു, 4 നേരം ഓരോ തുള്ളി ഇത് ഒഴിക്കാനായിട്ട്. പിന്നെ ആ ക്രീം അപ്ലൈ പറഞ്ഞു, ചൂട് പറ്റാൻ പറഞ്ഞു, 1 മാസം നോക്കാൻ പറഞ്ഞു. അത് കുറയുമെന്ന് തന്നെ പറഞ്ഞു. പിന്നെ താരന്റെ ഇതിന് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഷുഗർ കാണത്തില്ല, കാരണം ഞാൻ 2 മാസം കൊണ്ട് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഷുഗർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും നോക്കിയേക്കാം. അതിനും 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കണം. എന്തായാലും എനിക്ക് കണ്ണ് കീറി ഇങ്ങനെ കുത്തിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഹാപ്പിയാണ്, കുഴപ്പമായിട്ടൊന്നും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാട് പേടിച്ചു. പിന്നെ സിസ്റ്റം യൂസ് ചെയ്യണുണ്ട്, മറ്റേ ഈ ഫിലിം വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഗ്ലാസ് വെക്കുക, സ്പെക്സ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ടൊക്കെ ഇനി ചെയ്യണം. പിന്നീട് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു കാര്യം വെച്ചാൽ അയ്യോ ലീവ് ആയിപ്പോവും, ലീവ് എടുക്കേണ്ടി വരും, വെറുതെ ഇങ്ങനെ കണ്ണും പൊത്തി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കൂടുതൽ ലീവ് ആയി പോകുമെന്ന് വിചാരിച്ചത്. അപ്പൊ എന്തായാലും അതൊന്നും ഉണ്ടായില്ല വായും കൊണ്ട്. അപ്പോ ഇനി കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് അടിപൊളിയായിട്ട് പോവാം. ഇവിടെ പിന്നെ നല്ല വൈബല്ലേ, എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചിലപ്പോ എവിടെ കൂടെങ്കിലും എന്തെങ്കിലുമൊക്കെ തൊല്ല വരും. അത് അച്ചട്ടാണ്, എങ്ങനെ പോയാലും ഏതെങ്കിലും ഒരു വഴി കൂടെ വന്നുകൊണ്ടിരിക്കും. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അതൊന്നും വലിയ കുഴപ്പമൊന്നുമല്ല, കസീനുള്ള കേസൊന്നുമല്ല. എന്നാലും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാട്ടോ. ടാറ്റാ, ബൈ ബൈ.